തിരക്ക് പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ ദാരിദ്ര്യത്തിന്റെ പട്ടിണിയുടെ കാര്യം പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇബാദത്ത് മാറ്റിവെക്കാമോ? നമസ്കാരം മാറ്റിവെക്കാമോ? പറ്റില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ബിസിനസിന്റെ തിരക്ക് പറഞ്ഞുകൊണ്ട് നീ അവിടെ നിന്ന് നമസ്കാരം മാറ്റിവെക്കുകയാണെങ്കിൽ ആള് പരലോകത്ത് അവിടെ നിന്ന് മഹ്ശറയിലേക്ക് നീ കടന്നു വരുന്ന സമയത്ത് അവിടെ നിന്ന് പടച്ചിറപ്പ് വിടുന്നത് സുലൈമാൻ ബിൻ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുന്നതെന്നറിയോ? ലോകം മടക്കി ഭരിച്ച ഭരണാധികാരിയാണ് പ്രവാചകനായ സുലൈമാൻ ബിൻ ദാവൂദ് അലൈഹിസ്സലാം. പക്ഷേ അവിടെ നന്നാനെ മറന്നുകൊണ്ട്, തിരക്ക് പറഞ്ഞുകൊണ്ട്, ലോകം അടക്കി ഭരിച്ച ഭരണാധികാരിയായ പ്രവാചകനല്ലേ, തിരക്ക് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇബാദത്ത് മാറ്റിവെച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ വാഴ്ത്തുന്നതിൽ നിന്ന് തടഞ്ഞിട്ടില്ല. അല്ലാഹുവിനെ മറന്നുകൊണ്ടൊരു ജീവിതം ജീവിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പട്ടിണിയുടെ കാര്യം പറഞ്ഞുകൊണ്ട്, ദാരിദ്ര്യത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നിന്റെ ഇബാദത്ത് മാറ്റിവെച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് അവിടെ നിന്ന് പടച്ചിറപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് ഏത് പ്രവാചകനിലേക്കുണ്ടറിയോ? റൂഹുല്ലാഹി ഈസാ, പ്രവാചകനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് പടച്ചിറപ്പ് എന്താ പറയുന്നതെന്നറിയോ? ഈ പ്രവാചകനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരുപാട് പട്ടിണി കൊടുത്തുകൊണ്ട്, ദാരിദ്ര്യം കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് പടച്ചിറപ്പ് പരീക്ഷിച്ചു. പക്ഷേ ആ പരീക്ഷണങ്ങളൊക്കെ അവിടെ നിന്ന് ക്ഷമിച്ചുകൊണ്ട് അല്ലാഹുവിനെ മറന്നുപോയില്ല. അല്ലാഹുവിനെ മറന്നുകൊണ്ട്, ദുനിയാവിനെ മറന്നുകൊണ്ട് അവിടെ നിന്ന് ജീവിക്കാൻ തയ്യാറായില്ല. പ്രിയപ്പെട്ടവരെ, ഇനി രോഗത്തിന്റെ കാരണം പറഞ്ഞുകൊണ്ട് ചെറിയൊരു പനി വന്നു കഴിഞ്ഞാൽ, തലവേദന വന്നു കഴിഞ്ഞാൽ, വയറുവേദന വന്നു കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമസ്കാരം നമ്മൾ മാറ്റിവെക്കുന്നവരല്ലേ? രോഗത്തിന്റെ കാരണം പറഞ്ഞിട്ട് തന്നെ നമസ്കാരത്തെ നീ മാറ്റിവെച്ചു കഴിഞ്ഞാൽ നാളെ ഏത് പ്രവാചകനിലേക്കാ പടച്ചിറപ്പ് അവിടെ നിന്ന് ചൂണ്ടിക്കാണിക്കുന്നതെന്നറിയോ? അവിടെ ഒരുപാട് രോഗങ്ങൾ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കപ്പെട്ട പ്രവാചകനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് ഇവിടെ നിന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് പടച്ചിറപ്പ് ഇവിടെ നിന്ന് പറയുന്നു, ഈ പ്രവാചകനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ, ഒരുപാട് മാറാരോഗങ്ങൾ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കപ്പെട്ട പ്രവാചകനാ. അവിടെ നിന്ന് ശരീരം മുഴുവനും വ്രണം ബാധിച്ചപ്പോൾ അവിടെ നിന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാവിൽ വരെയും അവിടെ നിന്ന് വ്രണം ബാധിച്ചപ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്തതെന്നറിയോ? അല്ലാഹുവേ, പടച്ചവനേ, എനിക്ക് നിനക്ക് ഒരു ഹംദ് പറയാൻ, ഒരു ശുക്ർ പറയാൻ, നാവ് കൊണ്ട് നിന്നെ ഒന്ന് വാഴ്ത്താൻ പുകഴ്ത്താൻ കഴിയുന്നില്ലല്ലോ റബ്ബേ. അതിനുള്ള ആഫിയത്ത് നീ തരണയല്ലാ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രവാചകനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു പോയെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, രോഗത്തിന്റെ കാരണം പറഞ്ഞുകൊണ്ട് ഇബാദത്ത് മാറ്റിവെച്ചല്ലേ, അതല്ലാഹു പൊരുത്തം തരുന്നതല്ല പൊന്നുപോലെ. നാളെ പരലോകത്ത് നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ശിക്ഷിക്കുന്നതാ.